ബലൂചിസ്ഥാൻ നമുക്കറിയാം. ബലൂചിസ്ഥാൻ പലപ്പോഴും ഇന്ത്യ സഹായിക്കുന്നു എന്നൊക്കെ പറയുന്ന പല ആരോപണങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്ത്യ അത് സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷെ ബലൂചിസ്ഥാനിൽ നിന്ന് വരുന്ന വാർത്ത ഇപ്പോ അത്ര സന്തോഷകരമായ വാർത്തയല്ല, നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യവുമല്ല. എന്താണ് ബലൂചിസ്ഥാനിൽ നടന്നത്? ബലൂചിസ്ഥാൻ നമ്മൾ കേട്ട പോലെ ഈ പാകിസ്ഥാൻ വിരുദ്ധ പ്രകടനങ്ങൾ അല്ലെങ്കിൽ ആഭ്യന്തര യുദ്ധം നടക്കുന്ന ഒരു സ്ഥലമെന്ന രീതിയിലാണ് നമ്മൾ ഏറെ കേട്ടിട്ടുള്ളത്. പക്ഷേ അവിടുത്തെ യഥാർത്ഥ ചിത്രം ഇതൊന്നുമല്ല. അതായത് ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യമാണെങ്കിലും ആ രാജ്യത്തിനുള്ളിൽ ഒരുപാട് നാട്ടുരാജ്യങ്ങളുണ്ട് എന്നുള്ളതാണ് വസ്തുത. അതായത് പല പല ഗോത്രങ്ങളായി തിരിച്ച് പരസ്പരം കലഹിക്കുന്ന ഒരു കൂട്ടരാണ് ഈ പാകിസ്ഥാനികൾ. അഫ്ഗാനിസ്ഥാനിലും ഏതാണ്ട് സമാനമായ സാഹചര്യമാണ്. പല ഗോത്രങ്ങൾ തമ്മിൽ നിരന്തരം ഏറ്റുമുട്ടൽ, സംഘർഷങ്ങൾ ഒക്കെ നടക്കും. അപ്പോൾ പരസ്പരം ഏറ്റുമുട്ടുന്ന ഗോത്രങ്ങൾ തമ്മിൽ അപ്പോൾ കടുത്ത വൈരമുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ ഈ പ്രണയവിവാഹങ്ങൾ സംഭവിച്ചാൽ, അതായത് ഒരു ഗോത്രത്തിൽ നിന്നും മറ്റൊരു ഗോത്രത്തിലുള്ള ആളെ വിവാഹം കഴിച്ചാൽ സ്വാഭാവികമായും അവിടെ വലിയ രീതിയിലുള്ള പ്രതികാര നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് അവിടുത്തെ ഒരു പൊതുചിത്രം. അതവിടെ സാധാരണമാണ്. അതായത് ഈ പാകിസ്ഥാനിൽ ഇത്തരത്തിൽ ഇത് ഒരു ഗോത്രത്തിലുള്ളയാൾ മറ്റൊരാൾ ഉള്ളയാളെ ഇതേപോലെ പ്രണയിച്ച് വിവാഹം കഴിച്ചാൽ അവരെ കടുത്ത ശിക്ഷയ്ക്ക് വിധേയമാക്കുക. അവിടെ ഒരു നാട്ടുവഴക്കം, അതായത് അവിടെ ഒരു നമ്മുടെ സാധാരണഗതിയിലുള്ള നിയമ സംവിധാനത്തിന് ഉപരിയായി അവിടെ നാട്ടുകൂട്ടങ്ങൾ, ഈ ഗ്രാമസഭകൾ ചേർന്ന് അല്ലെങ്കിൽ എന്താ പറയുക, ഗ്രാമ കോടതികൾ ചേർന്ന് വിധി കൽപ്പിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ശിക്ഷാവിധികൾ നടപ്പിലാക്കുന്ന ഒരു രീതിയാണ് പാകിസ്ഥാനിലുള്ളത്. ഇപ്പോൾ ബലൂചിസ്ഥാനിലും നടന്നത് ഇങ്ങനൊരു സംഗതിയാണ്. കഴിഞ്ഞ മെയ്യിൽ നടന്നൊരു സംഭവമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് അവിടെ രണ്ട് പേര്, ഒരു ബനോ ബിബി എന്ന് പറയുന്ന ഒരു സ്ത്രീയും ഇഹ്സാൻ ഉല്ല എന്ന് പറയുന്ന ഒരു പുരുഷനും, രണ്ടുപേരും രണ്ട് വ്യത്യസ്ത ഗോത്രങ്ങളിൽപ്പെട്ടവരാണ്. അപ്പോൾ ഇവർ പ്രണയിച്ച് വിവാഹം കഴിച്ചു. അപ്പോൾ ഇവരെ ഇതേപോലെ അവരുടെ ഗോത്ര തലവനുണ്ടല്ലോ, ഈ ഗോത്ര തലവന് മുമ്പിൽ പ്രതികളെപ്പോലെ ഹാജരാക്കി വിചാരണ നടത്തുന്നു. വിചാരണ നടത്തി ഇയാൾ പറയുന്നു, ഈ പറയുന്ന രണ്ടുപേരും നമ്മുടെ ഗോത്ര സംസ്കാരത്തിന് വിരുദ്ധമായിട്ടാണ് പ്രവർത്തിച്ചത്, ഇവർ തെറ്റുകാരാണ്, ഇവരെ ശിക്ഷിക്കണം, വധശിക്ഷ നടപ്പിലാക്കണം എന്നുള്ളതാണ്. കുറഞ്ഞ ശിക്ഷകളൊന്നുമില്ല, വധശിക്ഷയാണ് അവിടെ. അത് വധശിക്ഷ നടപ്പിലാക്കിയതും വളരെ പ്രാകൃതമായിട്ടാണ്. കാരണം ഒരു വലിയൊരു ആൾക്കൂട്ടം വരുന്നു, വാഹനങ്ങളാൽ ഇവരെ വളഞ്ഞു വെച്ചിട്ട് ഈ സ്ത്രീയോട്, അതായത് ഇതിൻ്റെ വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്, കഴിഞ്ഞ മെയ്യിൽ നടന്ന സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോയിൽ കാണുന്നത് ഈ സ്ത്രീയോട് ഈ വാഹനത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറി നിൽക്കാൻ ആജ്ഞാപിക്കുന്നുണ്ട്. ഇങ്ങനെ മാറി നിൽക്കുമ്പോൾ ഇവരെ വളഞ്ഞു നിർത്തി തോക്ക് വെച്ച് വെടിവെച്ച് കൊല്ലുകയാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഒരു വെടിയേൽക്കുമ്പം തന്നെ ഒരാൾ മരിക്കും. പക്ഷേ ഈ ആൾക്കൂട്ടം മുഴുവൻ ഇവരെ തുരുതുരാ വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് അനക്കമില്ലാതെ ശരീരം മണ്ണിൽ വീണ് കിടക്കുമ്പോഴും വെടിതുർത്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അത്രയ്ക്ക് വലിയ പകയാണ് ഇവർ പുലർത്തുന്നത്. അതായത് വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തതിൻ്റെ എല്ലാ പോരായ്മകളും ഉള്ള ഒരു കൂട്ടം എങ്ങനെയാണോ പെരുമാറുന്നത് ആ രീതിയിലാണ്, വളരെ പ്രാകൃതമായി അപരിഷ്കൃതമായി ജീവിക്കുന്ന ഒരു സമൂഹം എങ്ങനെയാണോ ചിന്തിക്കുന്നത് അതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് ഇവിടെ നടന്നത്. ഇപ്പോൾ മറ്റൊരു സംഗതി കൂടി വരുന്നു. ഇത് കഴിഞ്ഞ മെയ്യിൽ നടന്നൊരു സംഭവം, അതിൻ്റെ വീഡിയോ ഇപ്പോഴാണ് പുറത്തു വരുന്നത്. ഒരു മരുഭൂമി പോലെ ഒരു വിജനമായ സ്ഥലത്താണ് ഇത് നടക്കുന്നത്. അപ്പോൾ ആ വീഡിയോ ഇപ്പോൾ പുറത്തു വന്നതുകൊണ്ട് മാത്രം ഇത് പുറം ലോകം അറിയുന്നു, അധികൃതർ ഇടപെടുന്നു, കേസാകുന്നു, അന്വേഷണം നടക്കുന്നു, അറസ്റ്റ് ഉണ്ടാകുന്നു. ഇപ്പോൾ 13 പേരെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ FIRൽ പറയുന്നത് പ്രകാരം ഈ സംഭവത്തിൽ ഇനി ഒരു 8 പേരെ കൂടി കിട്ടാനുണ്ട്. അതായത് മൊത്തം പ്രതിപട്ടികയിൽ അപ്പോൾ പറയുകയാണെങ്കിൽ 21 പേരുണ്ടാകും. 8 പേരെ ഇതുവരെ പിടികൂടാനായിട്ടില്ല. ഒരു 15ഓളം പേരെ കൂടി സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്നുണ്ട്. അതിലൊരാൾ ഈ പറയുന്ന ഈ കൊല്ലപ്പെട്ട യുവതിയുടെ സഹോദരനാണ്. അതായത് ബനോ ബിബി എന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ സഹോദരനാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആസൂത്രകൻ അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഈ ഒരു ഗോത്ര തലവനുണ്ടല്ലോ, ഈ ഗോത്ര തലവൻ്റെ പേര് സർദാർ ഷഹ്ബാസ് ഖാൻ എന്ന് പറയുന്നയാളാണ് ഈ ഗോത്ര തലവൻ. അപ്പോൾ ഇയാളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇയാളുടെ ഉത്തരവിൻ പ്രകാരമാണ് ഈ ആളുകൾ ഇവരെ ഇല്ലാണ്ടാക്കിയത്. അപ്പോൾ ഇതിപ്പോൾ നടന്നത് ബലൂചിസ്ഥാനിലാണെങ്കിലും ബലൂചിസ്ഥാനിൽ മാത്രമല്ല ഈ സംഗതികളുള്ളത്. പാകിസ്ഥാനിൽ ഇത്തരത്തിലുള്ള, അതായത് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ദുരഭിമാന കൊലകൾ അത് അതായത് കാലാകാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. കഴിഞ്ഞ വർഷം മാത്രം അതായത് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ അടക്കം ഏതാണ്ട് 32,000 കേസുകളാണ് പാകിസ്ഥാനിലുള്ളത് കഴിഞ്ഞ ഒറ്റ വർഷം. ഇത് സസ്റ്റൈനബിൾ സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ SSDO ആ ഒരു സംഘടന പുറത്തുവിട്ട കണക്കാണ്. ഔദ്യോഗിക തലത്തിൽ ഇതിൻ്റെ രേഖകളൊന്നുമില്ല.
ആ സംഘടന കണ്ടെത്തിയ പഠന റിപ്പോർട്ടിൻ്റെ ഫലമായിട്ട് അവർ കണ്ടെത്തിയതാണ് ഏതാണ്ട് 32,000 കേസുകൾ. അതിൽ 547 കേസുകളും ദുരഭിമാന കൊലകളാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു വർഷം 547 പേരെ ഇത്തരത്തിൽ വേട്ടയാടി കൊല്ലുന്ന ഒരു പ്രാകൃത രീതി അവിടെ ഉണ്ട് എന്നുള്ളത്. അതിൽ ഈ 547 കേസിൽ 32 ബലൂചിസ്ഥാനിൽ തന്നെയാണ്. കഴിഞ്ഞ വർഷം ബലൂചിസ്ഥാനിൽ 32 പേരെ ഇത്തരത്തിൽ ദുരഭിമാന കൊലയ്ക്ക് വിധേയമാക്കി. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ മറ്റൊരു വസ്തുത കൂടിയുണ്ട്. നമ്മൾ അറിയുന്നത് പോലെ ബലൂചിസ്ഥാനിൽ സർക്കാർ വിരുദ്ധ കലാപം നടക്കുന്ന ഒരു സ്ഥലമാണ്. ബലൂജ് ലിബറേഷൻ ആർമിയുടെ നേതൃത്വത്തിൽ സായുധ കലാപം നടക്കുന്ന ഒരു സ്ഥലമാണ്. സൈന്യത്തെ അവർ തെരുവിൽ നേരിടുന്നു. പാകിസ്ഥാൻ സർക്കാരുമായി സഹകരിക്കുന്ന ചൈനക്കാരെ കണ്ടാൽ അവർ വെടിവെച്ച് കൊല്ലും. ആ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണ് ബലൂചിസ്ഥാൻ. അപ്പോൾ അവിടെ പാകിസ്ഥാൻ സർക്കാരിൻ്റെ നിയന്ത്രണം അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്ന ഇതേപോലെയുള്ള ഓരോ ഗോത്ര തലവന്മാർ വഴിയാണ്. അതുകൊണ്ട് ഈ ഗോത്ര തലവന്മാർ ചെയ്യുന്ന ഇത്തരം കലാപരിപാടികളൊക്കെ നമ്മുടെ പാകിസ്ഥാനിലെ സർക്കാർ സംവിധാനങ്ങൾ സൗകര്യപൂർവ്വം കണ്ണടച്ചു കൊടുക്കുകയാണ് അവിടുത്തെ രീതി. അതുകൊണ്ട് അവരുദ്ദേശിക്കുന്നത് ഈ അവിടുത്തെ പൊതുജനങ്ങളെ മുഴുവൻ അവരുടെ വരുതിയിൽ നിർത്തുക, അതായത് ഗോത്ര തലവന്മാരുടെ വരുതിയിൽ നിർത്തുക. അതുവഴി സർക്കാർ നിയന്ത്രണം അല്ലെങ്കിൽ പാകിസ്ഥാൻ സർക്കാരിൻ്റെ നിയന്ത്രണം അവിടം വരെ എത്തിക്കുക. കാര്യം പാകിസ്ഥാനെതിരെയാണല്ലോ ഒരു പൊതുവികാരം. അപ്പോൾ ഈ ഗോത്ര തലവന്മാരെ കയ്യിലെടുത്താൽ അവരെ സന്തോഷിപ്പിച്ച് നിർത്തിയാൽ അവരുടെ കാര്യങ്ങൾ എളുപ്പമാകുമെന്ന് കരുതിയാണ് ഇത്തരം പ്രാകൃത നയങ്ങൾ അവിടെ തുടരുന്നത്. അപ്പോൾ അവിടുത്തെ ജനങ്ങളുടെ ഒരു പൊതു വിലയിരുത്തൽ അതിവിടെ സാധാരണയാണെന്നുള്ളതാണ്. അതായത് ഇത്തരം അതിക്രമങ്ങൾ, ഇത്തരം ദുരഭിമാന കൊലകൾ അതവിടെ സാധാരണയായി നടക്കുന്ന ഒരു സംഗതിയാണ്. അവിടെ ഈ നിയമ സംവിധാനങ്ങൾ എന്ന് പറയുന്ന സാധനമില്ല. പോലീസോ പട്ടാളമോ അവിടെ അതിനൊന്നും വലിയ റോളൊന്നുമില്ല. അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഇതേപോലെ ഗോത്രസഭകളാണ്. അതായത് ഒരു ഗോത്ര തലവൻ തീരുമാനിക്കുന്നു, വിചാരണ നടത്തുന്നു, ശിക്ഷ വിധിക്കുന്നു. ഈ രീതിയിലുള്ള കാര്യങ്ങളാണ് അവിടെ നടന്നു വരുന്നത്. ഈ പറയുന്നത് പോലെ നേരത്തെ പറഞ്ഞ പോലെ സർക്കാർ നിഷ്ക്രിയമായി നിൽക്കുമ്പോൾ അവിടെ കാര്യക്കാരാകുന്നു. അതായത് മസിൽ പവർ ഉള്ളവൻ കാര്യക്കാരനാകുന്നു. അവന് ഈ ഗോത്രവർഗ്ഗങ്ങൾക്ക് അവരുടെ പ്രാകൃതമായ ഗോത്ര രീതികളുണ്ടാകും. മതവിശ്വാസം ഒരു പ്രശ്നമാണ്. പിന്നെ ഇത്തരത്തിലുള്ള കാലപ്പഴക്കം ചെന്ന അപരിഷ്കൃതമായ ചിന്താഗതികളൊരു പ്രശ്നമാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇരകളാകുന്നത് സാധാരണ സ്ത്രീകളാണെന്നുള്ളതാണ്. ഇനി മറ്റൊരു സംഗതി കൂടിയുണ്ട്. ഈ സ്ത്രീകൾ ഈ ദുരഭിമാന കൊലകൾക്ക് വിധേയമാകുന്നതോടൊപ്പം തന്നെ പല സ്ത്രീകളെയും കാണാതാകുന്നുമുണ്ട്. ഒരു സുപ്രഭാതത്തിൽ കണ്ടവരെ പിന്നെ ഇതിൽ കാണത്തില്ല. ഈ ദുരഭിമാന കൊലകൾ, അതായത് മൃതദേഹങ്ങൾ കിട്ടുന്നതിൻ്റെ എണ്ണം വെച്ചാണ് ഈ പറയുന്നത്. ഈ കാണാതായവർ എവിടെ പോയി എന്നുള്ളത് ആർക്കും അറിയില്ല. അപ്പോൾ ഇതിൻ്റെ ഇരകളാകുന്നവരേറെയും ഏതെങ്കിലും പ്രണയബന്ധത്തിൽ ഏർപ്പെട്ടവരെ ആയിരിക്കാം, അല്ലെങ്കിൽ ഈ നിലവിലുള്ള അവിടുത്തെ സംവിധാനത്തിനെതിരെ പ്രതിഷേധിച്ചവരായിരിക്കാം. അപ്പോൾ അത്തരത്തിലുള്ളവരെ പോലും അവിടുന്ന് ഇല്ലാണ്ടാക്കുന്നു. അപ്പോൾ പാകിസ്ഥാനെക്കുറിച്ച് നമ്മുടെ പൊതുചിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ആ പൊതുചിത്രം ഒട്ടും തെറ്റല്ല. അത് കൃത്യമായി അവിടെ അങ്ങനെയൊക്കെ നടക്കുന്നുള്ള തെളിവ് സഹിതമാണ് ഇപ്പോൾ പുറത്തോട്ട് വന്നിട്ടുള്ളത്.